എന്നിട്ട് എന്നിട്ട് എന്താ സംഭവിച്ചേ? ഇതെങ്ങനെ മരിച്ചേ? ഞാൻ പറയാം. അയച്ചിട്ടേ എന്താ അമിനേട്ടാ? ഇത് സങ്കടം സഹിക്കാൻ പറ്റില്ല അയച്ചിട്ടേ. അയച്ചിട്ടേ എന്താ സുലൈമാനെ? ഇത് ഈ ലോകത്തുനിന്ന് പോയത് ആലോചിച്ചിട്ട് ഇപ്പൊ എനിക്ക് സങ്കടാവണേ. എനിക്ക് ഈ ലോകത്തുനിന്ന് പോകാൻ ഒട്ടും ഇഷ്ടണ്ടായിട്ടില്ല. എന്റെ പെറ്റുമ്മക്ക് ഇപ്പോഴും അറിയില്ല ഇതൊന്നും. നിങ്ങൾ എല്ലാവരും എന്നെ സഹായിക്കണം. ഞാൻ പറഞ്ഞ എല്ലാ കാര്യങ്ങളും നിങ്ങൾ എന്റെ ഉമ്മാനോട് പറഞ്ഞു കൊടുക്കണം. നമ്മളെല്ലാം പറഞ്ഞു കൊടുത്തോണ്ട് അതെങ്ങനെ വേണമെങ്കിലും ഞങ്ങൾ സഹായിച്ചോണ്ട് വെച്ചിട്ടേ. കഥ ഇനിയുണ്ട് എനിക്ക് പറയാന്. ഇജ്ജ് പറ, എങ്ങനെ ഇജ്ജ് മരിച്ചതെന്നിട്ട് ഞാൻ പറയാം. കുറച്ച് മാസങ്ങൾക്ക് ശേഷം അമ്മയുടെ സുന്ദരി, അമ്മയുടെ സുന്ദരി എവിടെ ഒളിച്ചു നിക്കണേ? ഇങ്ങോട്ടേക്ക് വാ. വാ സുന്ദരി, അമ്മ ഇപ്പൊ കണ്ടുപിടിക്കേ. വാ വാ വാ, ഒളിച്ചു നിൽക്കാതെ പുറത്തേക്ക് വാ. ചുണ്ടിരി വാവി, അമ്മയുടെ ചുണ്ടിരി വാവി, അമ്മ കണ്ടുപിടിച്ചിട്ടോ. ഇങ്ങോട്ടേക്ക് വന്നേ. ഇല്ല, വരൂല. മോളെ ഐഷ, ഇങ്ങോട്ടേക്ക് വാ. ഇല്ല, വരൂല. അമ്മ ഇങ്ങനെ സങ്കടപ്പെടുത്തല്ല വാവേ. ഇങ്ങോട്ടേക്ക് വാ മുത്തേ. ദേ, വന്നേ. അമ്മയുടെ സുന്ദരി എന്ത് ഒളിക്കല ഒളിച്ചത്? അമ്മക്ക് എന്നെ കണ്ടുപിടിക്കാൻ പറ്റില്ലല്ലോ. ഞാൻ തന്നെ ചെയ്യ ഇങ്ങോട്ടേക്ക് ഇറങ്ങി വന്നിട്ടില്ലേ? സമ്മതിച്ചു. അമ്മയുടെ സുന്ദരി എന്നെ ഈ കളയിൽ ജയിച്ചത് കേട്ടോ. അയ്യേ, അമ്മ തോറ്റുപോയി, അമ്മ തോറ്റുപോയി. അയച്ചിട്ട് ജയിച്ചേ. ഈ പെണ്ണിന്റെ ഒരു കാര്യം. അയച്ചിട്ടേ സമയം എത്രയായി? നാട്ടെ മുത്തുമോക്ക് ഭക്ഷണമൊന്നും കഴിക്കണ്ടേ? എനിക്ക് വേണ്ട. അയച്ചിട്ടി, ഈ അമ്മ പറയണത് മോള് കേക്കൂലേ? അയച്ചിട്ടിക്ക് ഭക്ഷണം വേണ്ട. അയച്ചിട്ടി, അവിടെ നിക്കടി. അയച്ചിട്ടിക്ക് ഭക്ഷണം വേണ്ട. എന്റെ ഈശ്വരാ, ദിവസം ദിവസം ഈ പെണ്ണിന്റെ കുറുമ്പ് കൂടി കൂടി വരികയാണല്ലോ. അയച്ചിട്ടി, എന്താ അമ്മച്ചി? മോൾ എന്ത് ചെയ്യാ അവിടെ? ഞാനെന്തേ ഈ പൂച്ചയെ പുന്നാരിച്ചോണ്ടിരിക്കാം. എന്റെ പൊന്നുമോക്ക് ഭക്ഷണമൊന്നും വേണ്ടേ? വേണ്ട. കുറുമ്പ് കാണിക്കല്ലേ ട്ടോ. ഉമ്മച്ചി പറയണത് കേക്കൂലേ? ഇല്ല, എനിക്ക് ഭക്ഷണം വേണ്ട. എന്റെ പഠിച്ചോനെ, എന്തൊരു കുറുമ്പ് ഇത്. ഉമ്മച്ചിയെ, എനിക്ക് ഭക്ഷണം വേണ്ടെന്ന് പറഞ്ഞില്ലേ? ഭക്ഷണം കഴിച്ചില്ലെങ്കിൽ ഉമ്മച്ചിക്ക് സങ്കടാവൂട്ടോ. ആ ചുട്ടിക്ക് ഭക്ഷണം വേണ്ട വേണ്ട വേണ്ട. പൂപ്പി, നിനക്ക് വേണോ എന്റെ ഭക്ഷണം? ആയിച്ചുട്ടി, പൂപ്പി ഭക്ഷണം കഴിച്ചിട്ടുണ്ട്. ഇനി നീയാ കഴിക്കാത്തെ. ഉമ്മച്ചിനോട് ഞാൻ പറഞ്ഞില്ലേ ഇച്ച് ഭക്ഷണം വേണ്ടെന്ന്? എന്റെ പഠിച്ചോനെ, ഈ പെണ്ണിന്റെ കുറുമ്പ് ദിവസം ദിവസം കൂടി കൂടി വരികയാണല്ലോ. എന്താ കാക്കാ മുഖൊരു തെളിച്ചില്ലാത്തെ? ഏയ് അതൊന്നുമില്ല. നാളെ ഗൾഫിക്ക് പോവല്ലേ, അന്നയും കുട്ടീനും വിട്ട് പോവല്ലേ, അതിന്റെ വിഷമ. ഇച്ചും വിഷമുണ്ട് കാക്കാ. അല്ല കാക്ക, നിങ്ങൾ നല്ലൊരു ഡ്രസ് ഒക്കെ ഇട്ടേട്ടാ പോവാൻ നിക്കണേ? അത് പിന്നെ എനിക്ക് എന്റെ ഒരു ഉറ്റ സുഹൃത്തിനെ കാണാനുണ്ട്. ഏത് സുഹൃത്ത്? ആ സുഹൃത്തിനെ നിനക്കറിയില്ല. ഞാൻ ഇനി 2 വർഷം കഴിഞ്ഞിട്ടല്ലേ നാട്ടിലേക്ക് വരൂ. അപ്പോ അവനെ ഒന്ന് കണ്ടിട്ട് പോവാന്ന് വിചാരിച്ചു. എപ്പോഴും കാക്കനോട് പറയാം ഒരു ഫ്രണ്ടിനെ കാണാൻ പോവാണ്, ഫ്രണ്ടിനെ കാണാൻ പോവാണ്. ഏതാണ് ആ ഫ്രണ്ട്? ഇടക്കിടക്ക് കാണാൻ പോണുണ്ടല്ലോ കാക്ക. അത് എനിക്കറിയാത്തൊരു ഫ്രണ്ടാന്ന് പറഞ്ഞില്ലേ? ഈ ഫ്രണ്ടിനെ കാണാൻ പോക്കെ കുറച്ച് കൂടുന്നുണ്ട്. എന്നാ ഞാൻ പോവാണേ, പോയി പറഞ്ഞിട്ട് വരാം. കാക്ക ഫോണ് വിളിച്ച് പറഞ്ഞാ പോരെ? ഈ നട്ടപ്പാതിരക്ക് തന്നെ പോണോ? എനിക്ക് പോണം, എനിക്ക് കാണണം. പൊയ്ക്കൊന്നാലേ, ഞാനൊന്നും ഇനി പറയണില്ല. ഏത് ഫ്രണ്ടാണാവോ ഇത്? എപ്പോഴും ഒരു ഫ്രണ്ടിനെ കാണാൻ പോക്ക ഈ കാക്കക്ക്. പറഞ്ഞിട്ട് ഇനിയിപ്പോ എന്താ കാര്യം? ഞാനും ഒന്നും പറയണില്ല. 2 വർഷം കഴിഞ്ഞിട്ടല്ലേ വരുള്ളൂ. പോയി കാണട്ടെ. താനെന്തിനാ ഈ രാത്രി തന്നെ എന്നെ കാണണമെന്ന് പറഞ്ഞത്? നാളെ ഞാന് ദുബായിക്ക് പോവാണ്. ഓ, തനിക്ക് വിസ വന്നു അല്ലേ? ആ വന്നു. ഇപ്പോ ലൈഫൊക്കെ എങ്ങനെ പോകുന്നു? താനെന്ന് പൈസ തന്ന് സഹായിച്ചോണ്ട് ഞങ്ങളെ കടങ്ങളൊക്കെ വീടി. താൻ ഞങ്ങൾക്ക് ബാംഗ്ലൂരില് ഒരു വീടെടുത്ത് തന്നത് വലിയ ഉപകാരമായി. എന്താ ഐഷ? ഇത് മോളെ എടോ അത് പറയില്ലടോ. ഇല്ല, ഞാൻ പറയുന്നില്ല.
എന്തിനാ പപ്പ ഇവര് കരയുന്നത്? അത് ഈ അങ്കിള് നാളെ ഈ നാട് വിട്ട് വേറൊരു നാട്ടിലേക്ക് പോവാ. അങ്കിൾ കരയണ്ട കേട്ടോ. എന്റെ പൊന്നു മോള്.